ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബുക്ക് മേക്ക് ഓവറാണ് കേട്ടോ. അപ്പോൾ ഒരു ബുക്കല്ല, നമുക്ക് കുറച്ച് ടൈപ്സ് ബുക്ക് മേക്ക് ഓവർ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് കുറച്ച് മിനി ബുക്സാണ് മേക്ക് ഓവർ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊരു മിനി ബുക്ക് ഉണ്ടാക്കുകയും കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ബുക്കാണ് കേട്ടോ. മിനി ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കുറേ തവണ. അപ്പോൾ എന്തായാലും അതുപോലത്തെ കുറച്ചെണ്ണമാണ് ഇതൊക്കെ ഞാൻ ഒരു സാൻറിയോ തീമിൽ ചെയ്തിട്ടുണ്ടായിരുന്നായിരുന്നു നേരത്തെ. മൈ മെലഡി, കുറോമി, കിറ്റി അങ്ങനെയുള്ളതൊക്കെ. പിന്നെ ട്രേസ് ചെയ്ത് വരച്ചാലും മതിയല്ലോ, അതാകുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ തെറ്റിപ്പോകുമല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ കുറച്ച് ടൈപ്സ് ആയിട്ട് ചെയ്ത് നോക്കാം, ഇതുപോലെ വരയ്ക്കാതെ വേറെ ടൈപ്പായിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു ബുക്ക് എടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് പാറ്റേൺ പേപ്പേഴ്സാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതിന് ഇഷ്ടമുള്ള ഒരു തീം സെലക്ട് ചെയ്തിട്ട് അത് ചെയ്യാൻ ഓർത്തു. അങ്ങനെ ഫസ്റ്റ് അപ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല ഗിഫ്റ്റ് പേപ്പറോ അല്ലെങ്കിൽ അല്ലാതെ ഡയറക്റ്റായിട്ട് പെയിൻറ്റ് ചെയ്തോ കളർ ചെയ്തോ അങ്ങനെ ഡിസൈൻസ് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഇതുപോലൊരു പാറ്റേൺ പേപ്പർ ഈ ഒരു തീമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു യെല്ലോ ബ്ലാക്ക് ആ ഒരു തീമിൽ എടുത്തിട്ട് കണ്ടതുപോലെ ആ ഒരു സൈസിൽ ഒട്ടിക്കുന്നുണ്ട്. ആൻഡ് ഇതിൽ നമ്മൾ ഫുള്ള് യൂസ് ചെയ്യുന്നത് ഫെവിക്കോൾ പോലത്തെ ആ ക്യാംലിൻ ഗ്ലൂ ആണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ വേറെ ഫെവിഗം അങ്ങനെയുള്ളതൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഫെവിഗം അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മുടെ ഗ്ലൂ ഗണ്ണാണ്, മാറിപ്പോയതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ ഒരു സ്റ്റാമ്പിൻ്റെ സ്റ്റിക്കറും അതുപോലെ ഇതുപോലത്തെ ഒരു ഫ്ലവറും കൂടി ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അല്ലാത്ത കയ്യിലുള്ള ആ ഒരു തീമിൽ സ്റ്റിക്കേഴ്സൊക്കെ വെച്ച് ഇഷ്ടമുള്ള ഒരു തീം വെച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ എന്തായാലും ഞാൻ ഒരു തീമിൽ തുടങ്ങിയതുകൊണ്ട് അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ എന്തായാലും സെക്കൻഡ് ചെയ്യാൻ നമുക്കൊരു നെക്സ്റ്റ് ആയിട്ടൊരു വിൻറ്റേജ് തീം ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. ഇതുപോലത്തെ കുറച്ച് പീസ് എനിക്ക് കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ കീറിയിട്ട് സൈഡിൽ കൂടെ വേറൊരു രീതിയിൽ ഇങ്ങനെ നമ്മളിപ്പോൾ ജേർണൽ ചെയ്യുന്ന ടൈപ്പ് പോലെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇതാണ് ഏറ്റവും പെട്ടെന്ന് കഴിഞ്ഞത്. ആൻഡ് അതുപോലെ ടിഷ്യൂ പേപ്പറൊക്കെ വെച്ചൊട്ടിച്ച് ഫിലിം സ്ട്രിപ്പിൻ്റെ ഒരു പീസും കൂടെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയിൽ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ആയിട്ടുള്ള സംഭവം. പിന്നെ തേർഡ് ആയിട്ടുള്ളത് ഇതുപോലെ ഞാൻ ഉണ്ടാക്കിയ ഒരു വാഷി ടേപ്പ് ആണ് സൈഡിൽ ഒട്ടിക്കുന്നത്. അതിൻ്റെ സൈഡിൽ പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് രണ്ടും എൻ്റെ ഒരു ഫ്രണ്ട് തന്ന സ്റ്റിക്കറാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടിക്കുന്നുണ്ട്. പിന്നെ അടുത്തതിന് ഞാൻ ഇതേ സെയിം ആയിട്ടാണ് ചെയ്യുന്നത്. വേറൊരു വാഷി ടേപ്പ് എടുത്ത് സൈഡിൽ ഒട്ടിച്ചു. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചു. നമ്മൾ സ്റ്റിക്കർ ഉണ്ടാക്കുന്നതിൻ്റെ ലോങ് വീഡിയോസ് സ്റ്റിക്കർ ബുക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് കാണുന്ന താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് പോയി കാണണേ. അതുപോലെ ഈ ടിഷ്യൂ പേപ്പേഴ്സ് വെച്ച് എന്തെങ്കിലും ചെയ്യാമെന്ന് ഓർത്ത് ഞാൻ രണ്ടാമത് കുറേ ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കട്ട് ചെയ്ത് ഒരു ബുക്കാക്കാമെന്നാണ് ഓർത്തത്. പിന്നെ ഈ നൂഡിൽസിൻ്റെ ഈ ഒരു കാർഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്തുള്ള കവറേജ് ആക്കാൻ. എന്നിട്ട് അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് സെൻറ്റർ പാർട്ട് മാത്രം മതി. അതുകൊണ്ട് അത് മാത്രം എടുത്താൽ മതിയല്ലോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ വല്ല പഴയ ബുക്കിൻ്റെ പുറത്തുള്ള കട്ടിയുള്ള പേജിൻ്റെ അതും എടുക്കാം, ടെക്സ്റ്റിൻ്റെ ഒക്കെ ഉണ്ടെങ്കിൽ. ഇപ്പോഴത്തെ ടെക്സ്റ്റിൻ്റെ എടുത്താൽ നല്ല വഴക്ക് കിട്ടും. അപ്പോൾ എന്തായാലും ഇതുപോലെ ടിഷ്യൂ പേപ്പർ വെച്ച് ഇതുപോലെ ഒരു ബുക്കൊക്കെ എന്നായിരുന്നു ഞാൻ ആദ്യം ഓർത്തത്. പക്ഷേ അത് ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും അങ്ങോട്ട് സെറ്റായില്ല. അതുകൊണ്ട് ഞാൻ വേറെ ബുക്കിൻ്റെ വേറെ ടൈപ്പ് പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വരയിട്ട പേപ്പറോ ഇടാത്ത പേപ്പറോ ഒക്കെ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വര ഇടാത്തതാണ് എടുത്തത്. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റൊക്കെ ചെയ്യണമെങ്കിൽ ഇതിന്ന് കീറിയെടുത്ത് ചെയ്യാമല്ലോ എന്നൊക്കെ ഓർത്തു. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിലുള്ള ഡിസൈൻ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. ഞാനിപ്പോൾ ഫസ്റ്റ് ഇതുപോലത്തെ ഒരു ഗ്രീൻ രീതിയിലൊക്കെ ഒരു പാറ്റേൺ പേപ്പർ ഒട്ടിച്ചു. പിന്നെ ഇപ്പോഴാണ് ഞാൻ ഓർത്തത് ഇതുപോലത്തെ ഈ ഒരു റിബൺ നമ്മുടെ കയ്യിൽ കുറേ നാളായിരിക്കുന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ഓർത്ത് അതെടുത്തു. എന്നിട്ട് ഇതുപോലെ ഇത് വീഡിയോ കാണുന്ന പോലെ അങ്ങ് കെട്ടി കൊടുക്കുന്നുണ്ട്. കെട്ടി വെച്ച് കഴിഞ്ഞാൽ അത്ര സെറ്റാവില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ഞാൻ വേറൊരു രീതിയിലൊക്കെയാണ് പുറകിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നമുക്കിതുപോലെ വീഡിയോ കാണിക്കുന്ന പോലെ ഊരിയെടുക്കാനും കയറ്റി വെക്കാനും പറ്റും. പിന്നെ ഞാൻ ഒട്ടിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പതുക്കെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ അതപ്പം തന്നെ പോകുമല്ലോ. പിന്നെ ഫെവിക്കോള് വെച്ചാണ് ഒട്ടിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതുപോലെ അങ്ങനെ എടുക്കാൻ, തുറക്കാം, ഇതുപോലെ അടയ്ക്കാനും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നമ്മൾ നെക്സ്റ്റ് ഒരു യൂട്യൂബ് ടിപ്പായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതുപോലെ നമുക്ക് ഡെയിലി 100 സബ്സ്ക്രൈബേഴ്സ് വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ചെക്ക് ചെയ്യുക. ഇതിൻ്റെ തൊട്ട് മുമ്പിട്ടിട്ടുള്ള വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ബുക്കിൻ്റെ ഫൈനൽ ലുക്ക് കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. കാരണം ഇപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോസിനൊന്നും അത്ര ലൈക്ക് ഇല്ല. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരാണ് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബും ചെയ്യാം. പിന്നെ ഗിവ് അവേ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കമൻറ്റും ഒക്കെ ചെയ്ത് ടോപ്പ് കമൻറ്റേഴ്സൊക്കെ ആവുക. അപ്പോൾ എന്തായാലും ബൈ ബൈ.